الحمد لله رب العالمين والصلاة والسلام على نبيه الكريم وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഷർഹിൻ്റെ 14-ാമത്തെ ക്ലാസ്സാണ് ഇത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളുടെ മൗലിക വിഷയങ്ങൾ, അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന കൊച്ചു കൃതിയാണ് അൽ ഉസൂലു സലാസ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹിജ്റ 1206 മരണപ്പെട്ട ആ മഹാപ്രബോധകൻ, പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. അത് പല ക്ലാസ്സുകളിലും നാം വിശദീകരിച്ചു. അങ്ങനെ 14-ാമത്തെ ക്ലാസ്സാണ് ഇത്. അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ 3 അടിസ്ഥാന കാര്യങ്ങൾ. അവയിൽ 3-ാമത്തെ കാര്യമാണ് ഇന്ന് നാം പഠിക്കാൻ ആരംഭിക്കുന്നത്. അവയിൽ 2 അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അഥവാ അൽ അസ്റുൽ അവൽ, 1-ാമത്തെ അസ്ൽ എന്താകുന്നു? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക. അത് നാം വിശദമായും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു. 2-ാമത്തെ അസ്ല്, 2-ാമത്തെ അടിസ്ഥാന കാര്യം മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവ് കൊണ്ട്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക. കഴിഞ്ഞ ക്ലാസ്സിൽ 2-ാമത്തെ അസ്ലിൻ്റെ ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക എന്ന അടിസ്ഥാന കാര്യത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സായിരുന്നു കഴിഞ്ഞ ക്ലാസ്. ഇന്ന് നാം ആരംഭിക്കാൻ പോകുന്നത് അൽ അസ്ലു സാലിസിൽ നിന്നാണ്. ഇതോടെ അൽ ഉസൂലു സലാസ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് അൽ അസ്ലു സാലിസ് ഇന്നും ഇനി വരാൻ പോകുന്ന 1-2 ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ഇത് നാം പൂർത്തീകരിക്കുന്നതാണ്. അൽ അസ്ലു സാലിസ് എന്താകുന്നു? മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ അടിസ്ഥാന കാര്യം എന്താകുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അന്ത്യപ്രവാചകനെ കുറിച്ച് അറിയുക. നാം മുമ്പ് പഠിച്ചതാണ്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ, ശരിയായ ഇസ്ലാം ആകണമെങ്കിൽ എന്ത് വേണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നും കൂടിയും പ്രഖ്യാപിക്കണം. മാത്രമല്ല, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന 3 ചോദ്യങ്ങളിൽപ്പെട്ടൊരു ചോദ്യമാണ് മൻ നബിയുക, മൻ നബിയുക, താങ്കളുടെ പ്രവാചകൻ ആരാകുന്നു, നബി ആരാകുന്നു. അപ്പോൾ ഓരോ മുസ്ലിമും നബിയെക്കുറിച്ച് അറിയേണ്ട ബാധ്യതയുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? താഅതുഹു ഫീമാ അമർ, മുമ്പ് ശൈഖ് പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താണോ അത് നാം അനുസരിക്കുക. വ തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി പറഞ്ഞ എല്ലാ വിവരങ്ങളും നാം സത്യപ്പെടുത്തുക. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കണം, വർജിക്കണം. വഅല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്ത് പ്രകാരം മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പം നബിയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചില്ല, അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ? പറ്റില്ല, അയാൾ മുസ്ലിമല്ല. അതുകൊണ്ടാണ് നാം മുമ്പ് പറഞ്ഞു ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ ഷഹാദത്തിൻ്റെ 2-ാം വർഷത്തിൽ അവർ വീഴ്ച വരുത്തി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ മുസ്ലിമീങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. മുഹമ്മദ് നബി വസല്ലം മുഖേനയാണ് നമുക്ക് ഖുർആൻ എത്തിപ്പെട്ടത്. മുഹമ്മദ് നബിയുടെ ശരീഅത്തല്ലാത്ത വേറൊരു മാർഗം മുഖേന നമുക്ക് സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് വല്ലവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അമുസ്ലിമാണ്, അവൻ ദീൻ വിരോധിയാണ്. അതിനാണ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ സിന്ദീഖ് എന്ന് പറയുക. പിഴച്ച സൂഫികളിൽ ചിലർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്താണത് വിശ്വാസം? അതായത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് ആര് വിട്ടുനിന്നു? ഖദിർ നബി അലൈഹിസ്സലാം ചെയ്ത കാര്യങ്ങളൊന്നും മൂസാ നബി ആദ്യം അനുകൂലിച്ചില്ല, മറിച്ച് ഒരു എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. അതേപോലെ തന്നെ ഈ പിഴച്ച സൂഫിയാക്കൾ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്തിൽ നിന്ന് ഔലിയാക്കൾക്ക് പിന്മാറി നിന്നുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കുന്ന ഇൽഹാം അനുസരിച്ച് അവർക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം എന്ന് വരെ ഈ പിഴച്ച സൂഫിയാക്കൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇമാമിങ്ങൾ പൂർവ്വകാലത്തുള്ള ഇമാമിങ്ങൾ ഈ പിഴച്ച ആദർശത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കിയാൽ സൂറത്തുൽ കഹ്ഫിൻ്റെ തഫ്സീർ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു, ഖാല ശൈഖുനാ അൽ ഇമാം അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി, നമ്മുടെ ഉസ്താദായ ഷെയ്ഖായ അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി പറഞ്ഞു. അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബിയുടെ മുമ്പ് അൽ ഖുർത്തുബി എന്ന പേര് അറിയപ്പെട്ട മഹാപണ്ഡിതനായിരുന്നു. അൽ മുഫ്ഹിം ഫി ശർഹി സഹീഹ് മുസ്ലിം എന്ന കിതാബ് എഴുതിയ ഇമാമാകുന്നു അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി. അദ്ദേഹം പറയുന്നു, ذهب قوم من زنادقة الباطنية إلى سلوك طريق يلزم منه هد الأحكام الشرعية. അദ്ദേഹം പറയുകയാണ്, അതായത് ഒരു വിഭാഗം ദീൻ വിരോധികൾ, സിന്ദീഖീങ്ങൾ, അവർ അഭിപ്രായപ്പെടുന്നു, അതായത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നിർബന്ധമായും ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് ജീവിക്കേണ്ട ആവശ്യമില്ല. ഫഖാലു, അവർ പറഞ്ഞു, ഹാദിഹിൽ അഹ്കാമു ശർഇയ്യത്തുൽ ആമ്മത്തു ഇന്നമാ യുഹ്കമു ബിഹാ അൽ അഗ്ബിയാഇ വൽ ആമ്മ. മൂഢന്മാർക്കും വിഡ്ഢികൾക്കും സാധാരണക്കാർക്കുമാണ് ഈ ശരീഅത്ത് നിയമങ്ങളൊക്കെ. വഅമ്മ അൽ ഔലിയാഉ വഅഹ്ലുൽ ഖുസൂസ് ഫലാ യഹ്താജൂന ഇലാ തിൽക നുസൂസ്. എന്നാൽ ഔലിയാക്കൾക്ക്, മഹാന്മാർക്ക് ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട നിർബന്ധ ബാധ്യതയില്ല. അവർ പറയുന്നു, ബൽ ഇന്നമാ യുസാദു മിൻഹും മാ യഖഉ ഫീ ഖുലൂബിഹിം വയുഹ്കമു അലൈഹിം ബിമാ യഗ്ലിബു അലൈഹിം മിൻ ഖവാതിരിഹിം. അതായത് അവരുടെ മനസ്സുകളിൽ തോന്നപ്പെടുന്ന ഇൽഹാം അനുസരിച്ചാണ് അവർ വിധിക്കപ്പെടേണ്ടത്. വഖാലു വദാലിക ലിസഫാഇ ഖുലൂബിഹിം അനിൽ അക്ദാർ വഖുലൂവിഹ അനിൽ അഗ്യാർ. എന്നിട്ട് ഇമാം ഖുർത്തുബി തുടരുന്നു, അതായത് അവരുടെ ഹൃദയങ്ങൾ ശുദ്ധ ഹൃദയങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു തആല നേരിട്ട് ദിവ്യ സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരീഅത്തനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ദിവ്യബോധനം, അള്ളാഹുവിങ്കൽ നിന്ന് ദൈവികമായ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ അവരുടെ മനസ്സുകളിൽ നൽകപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ പിഴച്ച സൂഫിയാക്കൾ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ സുന്നികൾ അംഗീകരിക്കാത്ത പല കള്ള തരീഖത്തുകളുമുണ്ട്. ആ ചില തരീഖത്തുകളിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ
പലപ്പോഴും ശരീഅത്തനുസരിച്ച് ഒരു വലിയന് പ്രവർത്തിക്കേണ്ട ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന ആശയം ആ പല തരീഖത്തുകളിലും ഉള്ളതാകുന്നു. എന്നിട്ട് ഇമാം ഖുർത്തുബി പറയാണ്, ഖദർ നബി അലൈഹിസ്സലാമിൻ്റെ ആ കഥയാണ് അവർ ഉദ്ധരിക്കാറുള്ളത്. എന്നിട്ട് അവർ പറയുന്നു, ഖാല ശൈഖുനാ റളിയല്ലാഹു അൻഹു, നമ്മുടെ ശൈഖായ ഇമാം അബുൽ അബ്ബാസ് ഖുർത്തുബി പറഞ്ഞു, വഹാദൽ ഖൗലു, ഈ അഭിപ്രായം, ഈ വീക്ഷണം, സന്ദഖത്തുൻ വകുഫ്റുൻ യുഖ്തലു ഖായിലുഹു വലാ യുസ്തതാബ്. അതായത് ഈ അഭിപ്രായം വല്ലവനും ഒരു മുസ്ലിം പേരുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഫ്റാകുന്നു, ദീൻ വിരോധമാകുന്നു, അയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതില്ല, അയാളെ വധിക്കൽ നിർബന്ധമാണ്. ലിഅന്നഹു ഇൻകാറു മാ ഉലിമ മിന ശറാഇ. തീർച്ചയായും ഈ വിഷയമൊക്കെ പറയുമ്പോൾ ഇമാമിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ജീവിച്ച ഇമാമിങ്ങളായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള ഒരു വിഷയമാണ്, നിയമമാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? മുസ്ലിം രാഷ്ട്രത്തിൽ പോയിട്ട് ആരും കൊല്ലാനും വധിക്കാനും നിൽക്കണ്ട. فإن الله تعالى قد أجرى سنته وأنفذ حكمته بأن أحكامه لا تعلم إلا بواسطة رسله السفراء بينه وبين خلقه. ഇമാം ഖുർത്തുബി തുടരുന്നു, അതായത് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്, തീരുമാനിച്ചതാണ് എന്ത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമങ്ങൾ പ്രവാചകന്മാരായ മുർസലീങ്ങൾ മുഖേനയാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുക. ജനങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളൊക്കെ പഠിക്കുക? പ്രവാചകന്മാർ മുഖേന. അവരാകുന്നു അള്ളാഹുവിനും ജനങ്ങൾക്കും ഇടയിലുള്ള മധ്യവർത്തികൾ, അള്ളാഹുവിൻ്റെ ശരീഅത്ത് പഠിക്കുവാൻ വേണ്ടി. വഹുമുൽ മുബല്ലിഗൂന അൻഹു റിസാലതഹു. അള്ളാഹുവിൻ്റെ റിസാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാർ അവരാകുന്നു. അവർ മുഖേനയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക. എന്നിട്ട് ഇമാം ഖുർത്തുബി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, ഫമൻ ഖാല ഇന്ന ഹുനാക തരീഖൻ ആഖറ യുഅറഫു ബിഹാ അംറുഹു വനഹ്യുഹു ഗൈറു റുസുലി ബിഹൈഥ യുസ്തഗ്ന അനിർ റുസുൽ ഫഹുവ കാഫിറുൻ യുഖ്തലു വലാ യുസ്തതാബ് വലാ യഹ്താജു മഅഹു ഇലാ സുആലിൻ വലാ ജവാബ്. ഇമാം ഖുർത്തുബി ഇബാറത്ത് അവസാനിച്ചു. അതായത് പ്രവാചകന്മാരുടെ വഴിയല്ലാതെ വേറൊരു വഴി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും പ്രവാചകന്മാരുടെ വഴിയല്ലാത്ത വേറൊരു വഴിയുണ്ട് എന്ന് വല്ലവനും വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാകുന്നു. യുഖ്തലു, അവൻ വധിക്കപ്പെടേണ്ടതാണ്. വലാ യുസ്തതാബു, തൗബ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടേണ്ടതില്ല. വലാ യഹ്താജു മഅഹു ഇലാ സുആലിൻ വലാ ജവാബ്, അവനോട് ചോദിക്കുകയോ ഉത്തരത്തിൻ്റെയോ യാതൊരു ആവശ്യവും ഇല്ല. കാരണം അവൻ മുർത്തദ്ദായി മാറി. അപ്പോൾ ഈ ഖദർ നബി അലൈഹിസ്സലാമിൻ്റെ ഈ കഥ മുഖേന അവർ തെളിവ് ധരിക്കാറുണ്ട്. പണ്ഡിതന്മാർ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവ വായിച്ച് നോക്കിയാൽ പല സ്ഥലങ്ങളിലും അതിന് മറുപടിയായി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. രണ്ട് മറുപടി നമുക്ക് ചുരുക്കി പറയാം. ഒന്നാമതായി, മൂസ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനല്ല. നമുക്കറിയാം, നബി വസല്ലം പറഞ്ഞു, വക്കാന നബിയ്യു യുബ്അഥു ഇലാ ഖൗമിഹി ഖാസ്സ. അതായത് എനിക്ക് മുമ്പുള്ള ഏതൊരു പ്രവാചകനും തങ്ങളുടെ ജനതയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരിക്കും. മനസ്സിലായോ? ഇലൽ ഖൽഖി ആമ്മതൻ, എന്നാൽ ഞാൻ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ആരിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? ബനി ഇസ്രായേലിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഖദർ നബി അലൈഹിസ്സലാം ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരു പ്രവാചകനല്ലായിരുന്നു. രണ്ടാമത്തെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഖദർ നബി അലൈഹിസ്സലാമിന് നിർബന്ധമായും ആരെ പിൻപറ്റേണ്ട ആവശ്യമില്ല? മൂസ നബി അലൈഹിസ്സലാം പിൻപറ്റേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ജനങ്ങളിലേക്കും ആ കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനല്ലായിരുന്നു മൂസ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മൂസ ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി അല്ലമനീഹി ലാ തഅലമുഹു അൻത്. അതായത് മൂസ, അള്ളാഹു എനിക്ക് ഒരു അറിവ് നൽകിയിട്ടുണ്ട്, ഇൽമ് നൽകിയിട്ടുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇൽമ്. ആ ഇൽമ് നിനക്ക് അറിയില്ല. അഥവാ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹുവിൻ്റെ കൽപ്പന മുഖേനയാണ്, അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയില്ല. വഅൻത അലാ ഇൽമിൻ, താങ്കൾക്ക് അള്ളാഹു നൽകിയ ഇൽമ് അല്ലമകഹു ലാ അഅലമുഹു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല.
അപ്പോൾ എന്തായാലും അർത്ഥം ഖദർ നബി അലൈഹിസ്സലാം മൂസ നബിയുടെ നുബുവത്ത് അല്ലെങ്കിൽ ശരീഅത്ത് പ്രകാരം നിർബന്ധമായും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനല്ല. രണ്ടാമത്തെ മറുപടി, ഖദർ നബി അലൈഹിസ്സലാം ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് കൃത്യമായ വഹി മുഖേന അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാം ആ കാര്യം മനസ്സിലായപ്പോൾ, ഇത് അള്ളാഹു തആല കൽപ്പിച്ച നിർദ്ദേശിച്ച കാര്യങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന് ശേഷം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ 2-ാം വാള്യം 233 പേജ് മുതൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് നാം അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ഇസ്ലാം സഹീഹാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, നബി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. അതായത് എന്നെക്കുറിച്ച് ഏതൊരു ജൂതനും ക്രിസ്ത്യാനിയും എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോയാൽ അവൻ നരകാവകാശിയാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു ജൂതനും ഏതൊരു അമുസ്ലിമും മുഹമ്മദ് നബിയെക്കുറിച്ച് പഠിക്കാനും ആ പ്രബോധനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ കാഫിറായി മരണപ്പെടുകയാണെങ്കിൽ അവൻ തീർച്ചയായും നരകാവകാശികളിൽ പെട്ടവനാകുന്നു. അപ്പോൾ ഇതാണ് ഈ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തിൻ്റെ ആ പൂർത്തീകരണം, രണ്ടാമത്തെ വർഷത്തെക്കുറിച്ച് നാം മുമ്പ് ക്ലാസ് എടുത്തതാണ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത്. അപ്പോൾ അൽ അസ്ലു സാലിസാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? മഅരിഫത്തു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക. എന്താണ് ഷെയ്ഖ് പറയുന്നത്? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ അസ്ല്, മൂന്നാമത്തെ അടിസ്ഥാന കാര്യം എന്താകുന്നു? മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക. ആരാകുന്നു ആ മുഹമ്മദ് നബി? വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, ഇത് മുഹമ്മദ് നബിയുടെ പരമ്പരയാണ്. വഹാഷിമുൻ മിൻ ഖുറൈശ്, ഹാഷിമാകട്ടെ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവനാകുന്നു. വഖുറൈശുൻ മിനൽ അറബ്, ഖുറൈശ് അറബികളിൽപ്പെട്ട ഗോത്രമാകുന്നു. വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ഇബ്നി ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി വഅലാ നബിയിനാ അഫ്ദലുസ് സ്വലാത്തി വസ്സലാം, അറബികളാകട്ടെ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളാകുന്നു ആര്? അറബികൾ. അപ്പോൾ ഇതാണ് നാം പഠിക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന ഇബാറത്ത്. നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായി മഅരിഫത്തു നബിയും, ഷെയ്ഖ് എന്താ പറയുന്നത്? മഅരിഫത്തു നബിയിക്കും, മൂന്നാമത്തെ അസ്ൽ എന്താകുന്നു? മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയുക. മുമ്പുള്ള ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചതാണ് മഅരിഫത്തു നബിയിക്കും, പ്രവാചകൻ. റസൂലിനെ കുറിച്ച് മലയാളത്തിൽ പറയും ദൂതെന്ന് പറയും. നബിയും റസൂൽ തമ്മിലുള്ള വ്യത്യാസം നാം മുമ്പ് വിശദീകരിച്ചതാണ്. ആർക്കാണ് ചുരുക്കത്തിൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയുക? എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? ആ അഭിപ്രായം മുമ്പ് പറഞ്ഞിരുന്നു, പക്ഷെ അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം ഒരു നബിക്ക് ഒരു വഹി കിട്ടിയിട്ട് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ദൗത്യം ഒരു പ്രവാചകൻ പൂർത്തീകരിച്ചില്ലെന്ന് വരും. ശരിയല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വ്യത്യാസമാണിത്, നബിയും റസൂലും തമ്മിൽ വ്യത്യാസം. നബിക്കും റസൂലും എന്ത് കിട്ടി? വഹി കിട്ടിയിട്ടുണ്ട്. പക്ഷെ വഹി എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം ആർക്ക് കിട്ടി? റസൂലിന്. നബിക്ക് കിട്ടിയിട്ടില്ല. അത് ശരിയായ അഭിപ്രായമല്ല. നബിയോ? അതെ.
അപ്പോൾ ഉദ്ദേശിച്ചത് അമുസ്ലിങ്ങളിലേക്ക്, മുശ്രിക്കീങ്ങളിലേക്ക്, സത്യനിഷേധികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു ആര്? റസൂൽ. മനസ്സിലായില്ല? വിശ്വാസികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുകയും ബോധവൽക്കരണം ചെയ്യുകയും ചെയ്യുന്ന പ്രവാചകനാകുന്നു നബി. നബി, ഒരു പ്രവാചകൻ കുഫാറുകളിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ എന്തായി മാറി? റസൂലായി മാറി. ആദം നബി അലൈഹിസ്സലാം നബിയാകുന്നു, റസൂലല്ല. ആദ്യത്തെ റസൂൽ ആരാകുന്നു? നൂഹ് നബി അലൈഹിസ്സലാം ആകുന്നു. നൂഹ് നബി അലൈഹിസ്സലാം, എന്താ കാരണം? നൂഹ് നബിയും ആദം നബിയും തമ്മിൽ 10 തലമുറകളുണ്ടായിരുന്നു. എല്ലാവരും ഇസ്ലാമായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. അങ്ങനെ ശിർക്ക് സംഭവിച്ചപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ന റസൂല് ആദ്യമായി ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹ്ശറിൽ വെച്ച് ജനങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്നു, യാ നൂഹ് ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്. അതായത് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂലാകുന്നു താങ്കൾ, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയണമെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. വേറെയും വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏറ്റവും പ്രബലമായ വ്യത്യാസമാകുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കിതാബുൻ നുബുവ്വത്തിൽ സ്ഥിരീകരിച്ച വീക്ഷണമാകുന്നത്. രണ്ടാമത്തെ കാര്യം, മഅരിഫത്തു നബിയിക്കും, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് അറിയുക. ആരാകുന്നു ആ പ്രവാചകൻ? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന ഈ പേര് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരാകുന്നു. പല പേരുകളും മുഹമ്മദ് നബിക്കുണ്ട്. അവയിൽ ഏറ്റവും അറിയപ്പെട്ട പേരാകുന്നു ഏത്? മുഹമ്മദ്. ഖുർആനിലും തൗറാത്തിലും ഉദ്ധരിക്കപ്പെട്ട പേരാകുന്നു ഏത്? മുഹമ്മദ്. ഇഞ്ചീലിലും ഖുർആനിലും ഉദ്ധരിക്കപ്പെട്ട പേരാകുന്നു ഏത്? അഹ്മദ്. നമുക്ക് ഈ പേരുകൾ ചുരുക്കത്തിൽ വായിക്കാം. ഒന്നാമതായി മുഹമ്മദ് എന്ന പേര് ഇദാ കാന കസീറൽ ഖിസാൽ അല്ലതി യുഹ്മദു അലൈഹ, അപ്പോൾ സ്തുതിക്കപ്പെടാൻ ധാരാളം സൽഗുണങ്ങൾ ഉള്ള വ്യക്തിക്കാണ് എന്ത് പറയുക? മുഹമ്മദ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇതാണ് മുഹമ്മദിൻ്റെ അർത്ഥം. അതായത് സ്തുതിക്കപ്പെടാൻ, സ്തുതിക്ക് അർഹനാകുവാൻ ധാരാളം സൽഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു വ്യക്തിയാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാകുന്നു മുഹമ്മദ് എന്ന പേരിൻ്റെ, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ പേര്. നമ്മളെപ്പോഴും പ്രത്യേകിച്ച് അറബി നാട്ടിലൊക്കെ ധാരാളമായി നമ്മൾ വിളിക്കും, നമ്മൾ ഖുർആനിലൂടെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേരിൻ്റെ അർത്ഥം പലരും ചിന്തിച്ചിട്ടുണ്ടോ? അതാകുന്നു ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ സ്തുതിക്കപ്പെടുന്ന മനുഷ്യനാകുന്നു, പ്രവാചകനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ രണ്ടാമത്തെ പേരാകുന്നു അഹ്മദ്. അഹ്മദ് എന്ന പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആനിലും ഇഞ്ചീലിലും ഈസാ നബി അലൈഹിസ്സലാം സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അഹ്മദ് എന്ന പേരാണ് അവിടെ എടുത്തു പറഞ്ഞത്. എന്താകുന്നു അഹ്മദിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ, ഉദ്ദേശത്തിൽ 2 വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? അഹ്മദുൽ ഹാമിദിൻ റബ്ബി. അഹ്മദ് എന്ന് പറഞ്ഞാൽ അതായത് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വ്യക്തി, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന വ്യക്തിയാകുന്നു ആര്? അഹ്മദ്. ഇതാകുന്നു ഒന്നാമത്തെ വീക്ഷണം. രണ്ടാമത്തെ വീക്ഷണം അഹഖുന്നാസി വ ഔലാഹും ബി അൻ യുഹ്മദ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടാൻ അർഹനായ വ്യക്തി. അപ്പോൾ അഹ്മദ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങൾ നമുക്ക് പണ്ഡിതന്മാരുടെ വീക്ഷണം ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നെന്താണ്? ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ കൂടുതലായി സ്തുതിക്കുന്ന വ്യക്തി. രണ്ടാമത്തെ അർത്ഥം എന്താവുന്നു? ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടാൻ അർഹനായ മനുഷ്യൻ. ഈ 2 അർത്ഥങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒത്തുചേർന്നിട്ടുണ്ട്.
അങ്ങനെ വേറെ പല പേരുകളും മുഹമ്മദ് നബിക്കുണ്ട്. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാകുന്നു. ഉദാഹരണമായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം മുസ്ലിമിൽ ലഫ്ദ് വായിക്കാം. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് ആകുന്നു. അർത്ഥം മനസ്സിലായല്ലോ. വ അന അഹ്മദ്, ഞാൻ അഹ്മദ് ആകുന്നു. വ അന അൽ മാഹി, ഞാൻ അൽ മാഹി ആകുന്നു. എന്താ അർത്ഥം? അല്ലദീ യുംഹാ ബിൽ കുഫ്ർ, ഞാൻ മുഖേന കുഫ്ർ, അവിശ്വാസം നീക്കം ചെയ്യപ്പെടും. വ അനൽ ഹാഷിർ അല്ലദീ യുഹ്ശറു നാസു അലാ അഖിബി, എനിക്ക് എൻ്റെ പിന്നാലെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവാചകനാകുന്നു ഞാൻ. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യം യൗമുൽ ഹഷ്റിന്, മഹ്ശറയിൽ വെച്ച് ആദ്യം ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് വിചാരണക്ക് അഥവാ മഹ്ശറയിലേക്ക് ആദ്യം പോകുന്ന വ്യക്തിയാരാകുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ്റെ പിന്നാലെ മറ്റെല്ലാ ജനങ്ങളും ഉണ്ടാകുന്നതാകുന്നു. വഅനൽ ആഖിബു വൽ ആഖിബു അല്ലദീ ലൈസ ബഅദഹു നബി, ഞാൻ ആഖിബാകുന്നു. ഇതൊക്കെ പ്രവാചകൻ്റെ പേരാണ്. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ വന്നതാകുന്നു. എനിക്ക് ശേഷം വേറൊരു പ്രവാചകൻ വരാനില്ല, അന്ത്യപ്രവാചകനാകുന്നു ഞാൻ, അതാകുന്നു അൽ ആഖിബ്. അതേപോലെ സഹീഹായ ഹദീസുകളിൽ റിവായത്തുകളിൽ വേറെ പേരുകളും മുഹമ്മദ് നബിക്കുണ്ട്. അൽ മുഖഫി, മുഹമ്മദ് നബിയുടെ വേറെ പേരാണ്. അതായത് മുമ്പുള്ള പ്രവാചകന്മാരുടെ പാത പിമ്പറ്റി വന്ന പ്രവാചകൻ. അതേപോലെ തന്നെ നബിയു തൗബ, പശ്ചാത്താപത്തിൻ്റെ പ്രവാചകൻ. നബിയുർ റഹ്മ, ഇതൊക്കെ സഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ മറ്റുള്ള റിവായത്തുകളിലെല്ലാം സ്ഥിരപ്പെട്ട പേരുകളാകുന്നു. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുക, അറിയുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് നാം വായിക്കുക, പഠിക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും പല ആൾക്കാരും മുഹമ്മദ് നബിക്ക് ഇല്ലാത്ത പേരുകൾ കൂട്ടിച്ചേർക്കാറുണ്ട്. അതായത് പേരും ഒരു ഗുണസവിശേഷവും തമ്മിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തണം. ഇപ്പം ഉദാഹരണമായിട്ട് പലപ്പോഴും മുഹമ്മദ് നബിയുടെ പേരായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയ ഒരു പേരാണ് അൽ മുസ്തഫ, അല്ലേ? അൽ മുസ്തഫ എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. തീർച്ചയായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാകുന്നു. പക്ഷേ അൽ മുസ്തഫ നബി പഠിപ്പിച്ച നബിയുടെ പേരാണോ? അല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഹലിൽ മുസ്തഫ മിൻ അസ്മാഇഹി, നബിയുടെ പേരുകളിൽ പെട്ടതാണോ മുസ്തഫ? അവിടുന്ന് പറഞ്ഞു അൽ മുസ്തഫ, അവിടുന്ന് പറഞ്ഞു അല്ല. അദ്ദാഹിറു അന്നഹു മിൻ ഔസാഫി, നബിയുടെ വിശേഷണങ്ങളിൽ പെട്ടതാകുന്നു ഏത്? അൽ മുസ്തഫ. വൽ ഗരീബു അന്ന ബഅദ അന്നാസി سبحان الله العظيم يقول قال المصطفى مع أن الصحابة رضي الله عنهم أشد تعظيما للرسول صلى الله عليه وسلم وأعلم منا بمناقبه ما قال أبو هريرة قال المصطفى. അതായത് നബിയുടെ സുന്നത്തിനെ കുറിച്ച് നബിയെ ഏറ്റവും കൂടുതൽ തഅദീം ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വിഭാഗമാരാകുന്നു? സഹാബത്തുകളാകുന്നു. ആ സഹാബത്തുകളിൽ ആരും അബൂ ഹുറൈറ പോലുള്ള സഹാബിമാരൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞപ്പോൾ ഖാലൽ മുസ്തഫ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ നമ്മൾ മുഹമ്മദ് നബിയുടെ നാം പഠിച്ച പേരുകൾ നാം എടുത്ത് പറയുക. ഷെയ്ഖ് പറയുന്നു, ലാകിന്ന الناس في الوقت الحاضر ابتلوا بصياغة الألفاظ ولم ينظروا إلى من سبقهم. ഈ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ഈ പ്രയോഗങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുമ്പുള്ള ഇമാമിയങ്ങളും അതേപോലെ പൂർവികരായ സലഫുകളൊന്നും ഉപയോഗിച്ച ആ നാമങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. വൽ ഹഖീഖത്തു അന്നഹു യൻബഗി ലനാ അൻ നൻദുറ ഇലാ മൻ സബഖനാ, എന്നാൽ നമുക്ക് മുമ്പുള്ള സലഫുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ചില ജനങ്ങൾക്ക് പുതിയ പുതിയ പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ലക്കിന്ന ബഅദ അന്നാസി യുരീദു അൻ യുജദ്ദിദ് വലക്കിന്ന തജ്ദീദ ഫി മിസ്ലി ഹാദിഹിൽ ഉമൂർ ലാ യൻബഗി. അതായത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഒരു പുതുമ കൊണ്ടുവരാതെ സലഫുകളുടെ പാത പിൻപറ്റലാണ് വേണ്ടത്. ഇത്തിബാഉ സലഫി ഫി ഹാദിഹിൽ ഉമൂരി ഔലാ മിനത് തജ്ദീദ് എന്ന് ഷെയ്ഖ് പറഞ്ഞ് ഷർഹുൽ അഖീദ സഫാരിനിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു
ഭാഗമാണ് നാം ചുരുക്കി ഉദ്ധരിച്ചത്. അപ്പോൾ മുഹമ്മദ് നബിയുടെ നാമത്തെക്കുറിച്ച് നാം ചുരുക്കത്തിൽ മനസ്സിലാക്കി. ഇനി മുഹമ്മദ് നബിയുടെ നസബാണ് ഷെയ്ഖ് അവറുകൾ പിന്നീട് ഉദ്ധരിക്കുന്നത്, അല്ലേ? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അങ്ങനെ തുടർന്ന് നബിയുടെ പരമ്പര കുല. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരമ്പര പരിശോധിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, അദ്നാൻ എന്ന പ്രവാചകൻ്റെ വല്ലിപ്പ വരെ നബിയുടെ നസബ് പരമ്പര സ്ഥിരപ്പെട്ടതാകുന്നു. അദ്നാൻ ആരുടെ സന്താനമാകുന്നു? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ടതാകുന്നു. എന്നാൽ അദ്നാൻ മുതൽ ഇബ്രാഹിം നബി വരെ, അത് മുതൽ പിന്നീട് ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര, അത് ചരിത്ര പണ്ഡിതന്മാർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പലപ്പോഴും 100% സ്ഥിരപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുമാകുന്നു. എന്നാൽ അദ്നാൻ വരെ സ്ഥിരപ്പെട്ട നസബാകുന്നു. അത് നാം ഓരോരുത്തരും അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് ആ നസബ് ഒന്ന് വായിക്കാം. കാരണം ഷെയ്ഖ് അതിൻ്റെ തുടക്കം മാത്രമാണ് പറഞ്ഞത്. മുഹമ്മദ് ഇബ്നു അബ്ദില്ല, മുഹമ്മദ് നബിയുടെ പിതാവാരാകുന്നു അബ്ദുള്ള. ഇബ്നി അബ്ദുൽ മുത്തലിബ്, വല്ലിപ്പായുടെ പേര് അബ്ദുൽ മുത്തലിബ്. ഇബ്നി ഹാഷിം, ഇബ്നി അബ്ദി മനാഫ്, ഇബ്നി ഖുസൈ, ഇബ്നി കിലാബ്, ഇബ്നി മുറ, ഇബ്നി കഅബ്, ഇബ്നി ലുഐ, ഇബ്നി ഗാലിബ്, ഇബ്നി ഫിഹ്ർ, ഇബ്നി മാലിക്, ഇബ്നി നദർ, ഇബ്നി കിനാനത, ഇബ്നി ഖുസൈമത, ഇബ്നി മുദ്രികത, ഇബ്നി ഇലിയാസ്, ഇബ്നി മുദർ, ഇബ്നി നിസാർ, ഇബ്നി മഅദ്, ഇബ്നി അദ്നാൻ. ഇതാകുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബ്. നമുക്ക് ഷെയ്ഖ് പറഞ്ഞ മാത്രം പിതാക്കന്മാരെ ഒന്ന് ചുരുക്കി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിചയപ്പെടാം. ഇന്ന് ഷെയ്ഖ് പറഞ്ഞത് മുഹമ്മദ് ഇബ്നു അബ്ദില്ല. മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം മനസ്സിലായി. അതേപോലെ മറ്റുള്ള നാമങ്ങളും നാം പഠിച്ചു. ഇബ്നു അബ്ദില്ല, മുഹമ്മദ് നബിയുടെ പിതാവിൻ്റെ പേരെന്താകുന്നു? അബ്ദുല്ലാഹ് എന്നാകുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനായിരുന്നു ആര്? അബ്ദുള്ള. ആമിന ബിൻത്ത് വഹബ് എന്ന സ്ത്രീയെ മുഹമ്മദ് നബിയുടെ മാതാവിനെ വിവാഹം ചെയ്തു. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു, അങ്ങനെ അബ്ദുള്ള എന്ന ഈ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടോ അല്ല ജനിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത്? ഏറ്റവും പ്രബലമായ വീക്ഷണം എന്താകുന്നു? തൂഫിയ വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംലുൻ, അതായത് നബി ജനിക്കുന്നതിന് മുമ്പ് നബിയുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ശിശുവായിരിക്കവെയാണ് ആര് മരണപ്പെട്ടത്? അബ്ദുള്ള പിതാവ് മരണപ്പെട്ടത്. രണ്ടാമത്തെ അഭിപ്രായം എന്താകുന്നു? ജനിച്ചതിന് 7 മാസങ്ങൾക്ക് ശേഷമാകുന്നു മരണപ്പെട്ടത്. എന്നാൽ മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമിന ബിൻത്ത് വഹബ് മക്ക മദീന ഇടയിലുള്ള അബുവ എന്ന സ്ഥലത്താണ് മരണപ്പെട്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് 7 വയസ്സ് പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപാലിച്ചത് വല്യപ്പയായ ജദ്ദായ അബ്ദുൽ മുത്തലിബ് ആകുന്നു. ആ ജദ്ദായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 8 വയസ്സുള്ള സമയത്ത്. വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, ഒന്നുകൂടി നമുക്ക് ഷെയ്ഖിൻ്റെ ഇബാറത്ത് വായിക്കാം. വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജദ്ദാകുന്നു, പിതാമഹനാകുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ പേരെന്താണ്? അതെ, ഷൈബ എന്നാകുന്നു. എന്താ കാരണം? അതായത് ജനിച്ചപ്പോൾ മുടിയിൽ നിര കണ്ടപ്പോൾ, നിറച്ച മുടികൾ കണ്ടപ്പോൾ നൽകപ്പെട്ട പേരാകുന്നു ഷൈബ. പിന്നെ എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് നൽകപ്പെട്ടത്? അതായത് അബ്ദുൽ മുത്തലിബ് എന്ന ഈ ഷൈബ എന്ന ഈ പുത്രനെ പിതാവായ ഹാഷിം മരണപ്പെട്ടതിന് ശേഷം പരിപാലിച്ചതും വളർത്തിയതുമാരാണ്? പിതൃവ്യനായ അൽ മുത്തലിബായിരുന്നു. അങ്ങനെ അൽ മുത്തലിബ് യസ്രിബിൽ നിന്ന്, മദീനയുടെ പഴയ പേരാണ് യസ്രിബിൽ നിന്ന് ആ അൽ മുത്തലിബിനെ മക്കയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മക്ക നിവാസികൾ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് അൽ മുത്തലിബിൻ്റെ അടിമ പുത്രനാണെന്ന്.
അടിമയാണെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബ്. അത് കേട്ട അൽ മുത്തലിബ് പറഞ്ഞു ഹാദാ ഇബ്നു അഖി ഹാഷിം, എൻ്റെ സഹോദരനായ ഹാഷിമിൻ്റെ മകനാകുന്നു ഇത്, എൻ്റെ അടിമയല്ല. ഏതായാലും അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരാനുള്ള കാരണം ചരിത്ര പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. വഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, ഹാഷിമിൻ്റെ പുത്രനാകുന്നു അബ്ദുൽ മുത്തലിബ്. അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ഹാഷിം? പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു പേരാണ് ഹാഷിം. ഹാഷിം ഹഷമ എന്ന ക്രിയയിൽ നിന്ന് ഉത്ഭവിച്ച നാമമാകുന്നു. അതിൻ്റെ അർത്ഥം റൊട്ടി പൊടിക്കുക എന്നാണ്. അതായത് അറബികൾക്ക്, സ്വന്തം ജനങ്ങൾക്കും അതേപോലെ ഹജ്ജിന് വരുന്ന തീർത്ഥാടകർക്കും ഈ റൊട്ടി പൊടിച്ച് അതിൻ്റെ കൂടെ ഇറച്ചിക്കറിയും നൽകി ആദരിച്ച് സൽക്കരിച്ചിരുന്ന ഒരു പതിവായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഹാഷിം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഹാഷിം എന്ന പേര് നൽകപ്പെടാനുള്ള കാര്യം ചരിത്ര പണ്ഡിതന്മാർ കുറിക്കുന്നു. ഹാഷിമിൻ്റെ യഥാർത്ഥ പേരെന്താകുന്നു? അമ്ര എന്നായിരുന്നു. അങ്ങനെയാണ് ഈ റൊട്ടി പൊടിച്ച് ജനങ്ങൾക്ക് സരീദ് നൽകിയ പേരിൽ ഹാഷിം എന്ന പേര് നൽകപ്പെട്ടത്. വഹാഷിമുൻ മിൻ ഖുറൈശ്. ഷെയ്ഖ് തുടരുന്നു, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആളാകുന്നു ഹാഷിം. വ ഖുറൈശു മിനൽ അറബ്. ഖുറൈശികളാകട്ടെ അവർ അറബികളിൽപ്പെട്ടവരാകുന്നു. ഖുറൈശ് എന്ന ഈ പദം അത് എങ്ങനെയാണ് വന്നത്? ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു ഫിഹ്ർ ഇബ്നു മാലിക്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരിൽപ്പെട്ട ഒരു പിതാവായി ആയിരുന്നു ആര്? ഫിഹ്ർ. ഫിഹ്റിൻ്റെ സന്താനങ്ങൾക്കാണ് ഖുറൈശി എന്ന പേര് നൽകപ്പെട്ടത്. രണ്ടാമത്തെ അഭിപ്രായം അൻ-നദ്ർ ഇബ്നു മാലിക്, നദ്റിൻ്റെ മക്കൾക്കാണ്, സന്താനത്തിനാണ് ഖുറൈശ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരാണ് ഖുറൈശ്. പക്ഷേ പലരോടും ഖുറൈശി എന്ന പേരിൻ്റെ അർത്ഥം, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ പലർക്കും അറിയില്ല. പണ്ഡിതന്മാർ പറയുന്നു ഖുറൈശ് എന്നത് ഫിഹ്ർ ഇബ്നു മാലിക്കിൻ്റെ സന്താനങ്ങൾക്കാണ് പറയപ്പെടുന്നത് ഖുറൈശ്. എന്താ കാരണം? അവർ വ്യാപാരികളായിരുന്നു, കച്ചവടക്കാരായിരുന്നു. അപ്പോൾ തഖറുഷ് എന്ന പദത്തിൽ നിന്നാണ് ഖുറൈശി എന്ന പദം എന്ന നാമം ഉത്ഭവിച്ചത്. കാരണം തഖറുഷ് എന്ന് പറഞ്ഞ അർത്ഥം സമ്പാദിക്കുക, കച്ചവടം ചെയ്യുക, വ്യാപാരം നടത്തുക എന്നാകുന്നു തഖറുഷിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഫിഹ്ർ ഇബ്നു മാലിക്കിൻ്റെ സന്താനങ്ങൾക്ക് ഖുറൈശി എന്ന നാമം നൽകപ്പെട്ടത്. വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി വഅല നബിയിന അഫ്ദലുസ് സ്വലാത്തി വസ്സലാം. അറബികളാകട്ടെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ, ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പുത്രനായ ഇസ്മായിൽ നബിയുടെ സന്താനമാകുന്നു ആര്? അറബികൾ. പണ്ഡിതന്മാർ അറബികളെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പല നിലക്കും അറബികളെ വേർതിരിച്ചിട്ടുണ്ട്. അതായത് അൽ അറബുൽ ബാഇദയുണ്ട്. അൽ അറബുൽ ബാഇദ് എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തുള്ള, മുമ്പ് കാലങ്ങളിലുള്ള അറബികൾ, അവരുടെ പരമ്പരയൊക്കെ പിന്നീട് നിന്നുപോയി, മുറിഞ്ഞുപോയി. അതായത് നമുക്കറിയാം ആദ് സമൂദ് എന്ന പഴയ ഗോത്രക്കാർ അവരാരായിരുന്നു? അറബികളായിരുന്നു. അൽ അറബുൽ ബാഇദയിൽപ്പെട്ടവരാകുന്നു. അതിനുശേഷം വന്നവരാണ് അൽ അറബുൽ ആരിബ. അൽ അറബുൽ ആരിബ ആരാകുന്നു? ഖഹ്താനികളായ അറബികളാകുന്നു. അവരുടെ കേന്ദ്രം എവിടെയാണ്? യമനിലാണ്. യമൻ അറബികൾ അവർ അവസാനിക്കുന്നത് ആരിലേക്കാണ്? യഅ്റുബ് ഇബ്നു ഖഹ്താൻ. അതാണ് ഖഹ്താനി എന്ന ഗോത്രക്കാരുടെ പേര് ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അവരെന്താണ്? അവരാകുന്നു ഒറിജിനൽ അറബികൾ. പലപ്പോഴും പണ്ഡിതന്മാർ പറയുന്നുണ്ട് യഥാർത്ഥ അറബികൾ ആരാകുന്നു? ഖഹ്താനികളാണ്. അപ്പോൾ അങ്ങനെ ഖഹ്താനി ഗോത്രക്കാരാകുന്നു. കാരണം അറബികൾ പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗമാകുന്നു അൽ അറബുൽ അദ്നാനിയ, അദ്നാനി ഗോത്രക്കാരായ അറബികൾ. അദ്നാനി അറബികളിൽപ്പെട്ട ഗോത്രമാകുന്നു ആര്? ഖുറൈശ്. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരിൽ പെട്ട പ്രവാചകനാകുന്നു? അൽ അദ്നാനി അറബികളിൽ പെട്ട പ്രവാചകനാകുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി ഈ ഖഹ്താൻ്റെ മകനായ യഅ്റുബ് ആകുന്നു ആദ്യം അറബി ഭാഷ സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് ആ ഭാഷയ്ക്ക് അറബ് ഭാഷ എന്ന് പേര് വരാനുള്ള കാരണം. യഅ്റുബ് ഇബ്നു ഖഹ്താൻ.
നമുക്കറിയാം, അതായത് പഴയ ഗോത്രമായ ജുർഹും ഗോത്രം മക്കയിലേക്ക് വന്ന് അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് ഏത് ഭാഷ പഠിക്കുന്നത്? അറബി ഭാഷ പഠിക്കുന്നത്. അങ്ങനെ പിന്നീട് പിൽക്കാലങ്ങളിൽ ഏറ്റവും ശുദ്ധമായ അറബി ഭാഷ ആരുടെ ഭാഷയായി മാറി? ഖുറൈശികളുടെ ഭാഷയായി മാറി. ആ ഭാഷയിലൂടെയാണ് ഖുർആൻ അവതീർണമായത്. ബിലിസാനിൻ അറബിയിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പൂർത്തീകരിക്കാവുന്നതാണ്. എല്ലാവരും ഷിഹാബ് മൗലവിയുടെ ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിഹാബ് മൗലവിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനത്തിന്, ദഅവ പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ നാം പൂർത്തീകരിക്കുന്നതാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.